ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു ചെടികളുടെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഈ മണി പ്ലാന്റൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഭരണിയുടെ മുകളിലൊക്കെയാണ് കേട്ടോ ഞാൻ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭരണിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ, അപ്പോൾ അതിന് നല്ല ഭംഗിയാണ് ഇതിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ. പുറത്താണെങ്കിൽ നല്ല മഴയാട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ്. കൂടുതൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറും. അപ്പോൾ ഈ പഴയ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നിന്ന് റീപ്ലാന്റ് ചെയ്ത് ഓരോന്നോരോന്ന് ഞാൻ സെറ്റാക്കി വയ്ക്കുവാണ്. ഞാൻ ഇതിനു മുമ്പ് പ്ലാസ്റ്റിക് കുപ്പിയിൽ എങ്ങനെയാണ് ചെടി നടുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടോ, ഇതൊക്കെ മുഷിഞ്ഞു വല്ലാണ്ട്. അപ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ട് ഇതുപോലെ കുപ്പികളിൽ ചെടി പിടിപ്പിക്കും. ആദ്യം ഞാൻ കുറച്ച് ദിവസം മുമ്പ് അത് എങ്ങനെ പിടിപ്പിക്കണമെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെടികളൊക്കെ ഇതിനകത്തേക്ക് ഞാൻ വയ്ക്കുവാണ്. അപ്പോൾ കിട്ടുന്ന കുപ്പിയൊന്നും ഞാൻ കളയാതെ അതെടുത്ത് വെച്ചിട്ട് മുറിച്ച് ഹോളൊക്കെ ഇട്ടിട്ട് മണ്ണ് നിറച്ചിട്ട് ഇതുപോലെ വയ്ക്കും. അപ്പോൾ പഴയ ഇതൊക്കെ എടുത്ത് കളയാമല്ലോ. പഴയ ചെടികളും പഴയതായി, അപ്പം പിന്നെ അതിൻ്റെ ഭംഗിയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ പുതിയ നാമ്പൊക്കെ എടുത്ത് പിടിപ്പിച്ച് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ കുപ്പിയിലാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോന്നോരോന്ന് ചെയ്യും. ഇപ്പോൾ എനിക്കങ്ങനെ സമയം കിട്ടാറില്ല. കിട്ടുന്ന സമയത്ത് ഞാൻ എൻ്റെ ചെടികളൊന്നും കളയില്ല കേട്ടോ. എനിക്ക് ഒത്തിരി ചെടികളുണ്ടായിരുന്നു. എല്ലാവരും ചെടിയുള്ള വീടെന്നാണ് പറയാറ്. എന്നുവെച്ചാൽ അത്രയ്ക്കും ചെടികളുണ്ടായി. പൂക്കളായിട്ടും ഒരുപാട് തരത്തിലുള്ള ചെടികളൊക്കെ എനിക്ക് എവിടെ നിന്ന് കണ്ടാലും ഞാനതെടുത്ത് കൊണ്ടുവന്ന് പിടിപ്പിക്കും. അങ്ങനെ പൈസ കൊടുത്തൊന്നും അങ്ങനെ വാങ്ങാറില്ല. പിന്നെ ഈ ഐസ്ക്രീം ബോക്സൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കളയണ്ട കേട്ടോ. ഇതുപോലെ ചെടിയോട് താല്പര്യമുള്ളവർക്ക് ഒരു ഗ്ലാസ് കിട്ടിയാലും മതി, അതിനകത്ത് അപ്പം വയ്ക്കും. അപ്പോൾ ഈ ഐസ്ക്രീം ബോട്ടിലുണ്ടല്ലോ, അതൊക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതിന് മുമ്പ് നട്ട ചെടികളുടെ വേരൊക്കെ വന്നേക്കണുണ്ടോ. ഇതുപോലെ വെള്ളത്തിലിറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ കൊതുക് വരും. ഇപ്പോൾ ഞങ്ങൾ കോർപ്പറേഷനിലായതുകൊണ്ട് ഇടയ്ക്ക് അവർ ചെക്കിങ്ങിന് വരും. അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യും അവർ. അപ്പോൾ വല്ല കൊതുകിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ പൈസ അടയ്ക്കാൻ പറയും. പക്ഷേ ദിവസം നമ്മൾ നോക്കണമുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് വേര് വന്നതിന് ശേഷം ഇതുപോലെ പാത്രത്തിൽ ഓരോ ബൗളിലൊക്കെ ആക്കി ഇതുപോലെ ഞാൻ വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഐസ്ക്രീം ബോക്സാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതൊന്നും കളയണ്ട. താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ ചെടികൾ, എന്ത് ചെടിയാണെങ്കിലും വെക്കാം കേട്ടോ. കുപ്പി മാത്രമല്ല, കുപ്പി ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആ ബാൽക്കണിയുടെ സൈഡ് ഇങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. നല്ല പച്ച കളറുള്ളതല്ലേ. പലതരത്തിലൊരു 5-6 വെറൈറ്റി മണി പ്ലാന്റ് എനിക്കുണ്ട് കേട്ടോ. എൻ്റെ പേരുകൾ എനിക്ക് പെട്ടെന്ന് കിട്ടില്ല പറയാനായിട്ട്. നല്ല രസമുള്ള ഇലയായിട്ടുള്ള മണി പ്ലാന്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇപ്പോൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണത് കണ്ട, പഴുത്ത ഇലയൊക്കെ ഉണ്ട്. ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം പഴുതൊക്കെ കളഞ്ഞ് ഈ ബോക്സിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചെടികളോടാണ് കേട്ടോ. പിന്നെ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 കാര്യങ്ങളാണ്. എവിടെ ചെടി ഞാൻ പറഞ്ഞില്ലേ, ഞാനതെടുത്ത് കൊണ്ടുവന്ന് അത് പിടിപ്പിച്ചിരിക്കും. ഒത്തിരി ബിഗോണിയൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ ഒരു 5-8 ബിഗോണിയുടെ പ്ലാന്റ് ഉള്ളു. അതൊക്കെ ഞാനിപ്പോൾ മഴക്കാലത്ത് ബിഗോണിയെ പെട്ടെന്ന് പിടിക്കുമല്ലോ. അതൊക്കെ വെള്ളമൊന്നും കൊള്ളാണ്ട് നോക്കണം. ഇതുണ്ട് ഈ പോട്ട് കണ്ടോ, അത് എന്താണെന്നറിയാമോ, നമ്മൾ പൈസ ഒക്കെ ഇടുന്ന കൊടുക്കുകയില്ലേ, ആ പൈസ നിറഞ്ഞു കഴിഞ്ഞപ്പം അതിൻ്റെ മേളിലത്തെ തട്ടിക്കളഞ്ഞിട്ട് നമ്മളതൊന്നും കളയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അതിനകത്തൊക്കെ ഇത്തിരി പെയിൻ്റ് അടിക്കണതിന് ഇനി ഒത്തിരി പെയിൻ്റ് അടിക്കാനുണ്ട്. സമയം കിട്ടാത്തതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തിരി പൊക്കമുള്ളൊരു നല്ലോണം വളർച്ച, നല്ല പൊക്കത്തിൽ വരുന്നൊരു പ്ലാന്റ് ആട്ടോ അത്, മണി പ്ലാന്റ്. അപ്പോൾ അത് ഇതിനകത്ത് നടാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗി അതൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ. എന്തൊരു ഭംഗിയാണെന്നറിയാമോ ചെടികൾ വീട്ടിലുണ്ടെങ്കിൽ. ഞാൻ ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മണി പ്ലാന്റ് വളർത്താനായിട്ട്. പിന്നെ വേറൊന്നും അത്രയ്ക്ക് ഞാൻ ഇപ്പോൾ ഇതിനാണെന്നുണ്ടെങ്കിൽ വളവും അങ്ങനെയൊന്നും വേണ്ട. ഇച്ചിരി ഇടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇത് തന്നെ അങ്ങ് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഈ ബാൽക്കണിയിലൊക്കെ നിറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സമയം കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ ചെടികളൊക്കെ മറ്റേ ബോട്ടിൽ വെച്ച ചെടികളൊക്കെ ഇതിനകത്തേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ ഒരു 3-4 ഐസ്ക്രീം ബോട്ടിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്തൊക്കെ ഫില്ല് ചെയ്തു. ഇനി ഇതുപോലെ ഞാൻ എന്നിട്ട് ചെറിയ ബോട്ടിൽ ഗ്ലാസ്സൊക്കെ ഇല്ലേ, അതിനകത്ത് ഇതുപോലെ പിടിപ്പിക്കും. വെള്ളത്തിൽ പിടിപ്പിച്ച് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അതിന് പതുക്കെ വേരൊക്കെ വരും. അപ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ പാത്രങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ അതിനകത്തേക്ക് നടും. അപ്പോൾ എൻ്റെ ഈ ചെടിയുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ
കമൻറ്റ് ചെയ്യണം കേട്ടോ. ചെടി ഇഷ്ടമല്ലാത്തവരാരും ഉള്ളതല്ല, എല്ലാവർക്കും ഇഷ്ടമല്ലേ ചെടി. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്കും ചെയ്യണേ. അപ്പം ഞാൻ ഓരോ ദിവസം ഓരോ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നിപ്പം ഇങ്ങനെ ഒരു ഇത് കിട്ടിയോണ്ടെന്ന് വെച്ചാൽ മഴ കാരണം പുറത്തേക്ക് പോകാനേ നിർത്തിയില്ല. അപ്പം എന്നാൽ എന്തായാലും നടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ചെടികൾ, മണി പ്ലാന്റ് കൂടുതൽ ഇങ്ങനെ ഇത് കണ്ടോ, ഇതുപോലെ കുപ്പിയിൽ വെച്ചിട്ട് ബാൽക്കണിയുടെ സൈഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത് കഴിയുവാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ഞാൻ ഈ ബോട്ടിൽ വെച്ചു എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ആ ബോട്ടിലൊക്കെ ഒഴിഞ്ഞിരിക്കുക. അതിനകത്തൊക്കെ ഇനി കട്ട് ചെയ്തിട്ട് നീളമുള്ള ഇത് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് നടണം, വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. അപ്പോൾ ഒരു 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ശരിയാകും. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.